Hello friends, welcome back to my channel Journey with Vismo. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം സ്റ്റഡി സീരീസ് പാർട്ട് 4 ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ടുഡേ വി ആർ ലേണിംഗ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. നമ്മുടെ സയൻസ് 3 സബ്ജക്റ്റാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇനി എക്സാമിനാകെ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കെമിസ്ട്രിയും തുടങ്ങാം. കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രിയാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. ആ ചാപ്റ്റർ എനിക്ക് അത്ര പിടുത്തമില്ല, അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മനസ്സിലാവാതിന് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ട്യൂഷന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പോയില്ലായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിലേക്ക്. ഇടയ്ക്ക് ഒന്ന് പോയില്ലേ. പിന്നെ സ്കൂളിൽ പഠിപ്പിച്ചപ്പോഴും കുറച്ചൊക്കെ ഡൗട്ടൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈലത്തിലൊരു ക്ലാസ് എടുത്ത് വെച്ച് കാണാമെന്ന് കരുതി, ഒന്നും കൂടി ഒന്ന് ക്ലാരിറ്റി വരും. അപ്പോൾ ആദ്യം മുതലേ ഒന്ന് പഠിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ ഗോൾവനീസിലൊക്കെ വരച്ച് പഠിച്ച് എല്ലാമൊക്കെ പഠിച്ചൊക്കെ സെറ്റാക്കി. പക്ഷേ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ചാപ്റ്റർ സിമ്പിളാണ്, പക്ഷെ നമുക്ക് ഇച്ചിരി നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കണം. കാര്യം ഗോൾവനിക് സെല്ലിലെയും ഇലക്ട്രോലൈറ്റിക് സെല്ലിലെയും ഡിഫറൻസസും ഇതാണ്. ആനോഡും കാഥോഡിലും സൈനൊക്കെ ഭയങ്കര മാറി തിരിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ സത്യം പറഞ്ഞാൽ കുഴപ്പമില്ല, എളുപ്പമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ടെക്സ്റ്റിലുള്ള മാത്രം കാര്യങ്ങൾ അതുപോലെ ആയിരിക്കില്ലല്ലോ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതിൻ്റെ എവിടെയെങ്കിലും കുറച്ച് ബന്ധമുള്ള അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അതായിരിക്കും, പക്ഷേ വേറൊരു ടൈപ്പ് ആയിരിക്കും. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, പക്ഷെ നമ്മളത് മനസ്സിലാക്കി എടുത്തേ പറ്റൂ. സോ ദാറ്റ് നമ്മൾ കോൺസെപ്റ്റൊക്കെ നല്ലോണം പഠിക്കാതെ ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിലാണ് കുറച്ചും കൂടെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നതെന്ന് തോന്നുന്നു. കാര്യം ഗോൾവനിക് സെല്ലിൽ ആനോഡും കാഥോഡും ഏതാണെന്ന് അറിഞ്ഞിരുന്നാലും നമുക്ക് അതൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മുടെ മോൾട്ടനും അക്വസും ചോദിച്ചിട്ട് അതിലുണ്ടാകുന്ന പ്രോഡക്റ്റ് സൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ചാൽ തല തിരിഞ്ഞ് പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 സ്റ്റാർ മുട്ടായൊക്കെ കഴിച്ചിട്ട് ബാക്കി സെക്ഷനും കൂടെ ഒന്ന് നോക്കി. കൂടുതലും ഞാൻ ഇലക്ട്രോ കെമിസ്ട്രിനെ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിച്ച കാര്യം എനിക്കത് ഒട്ടും അറിയില്ലായിരുന്നു. കെമിസ്ട്രി കഴിഞ്ഞെടുത്ത് ബയോളജിയിലോട്ട് പോയി. അപ്പം ഒരു ചാപ്റ്റർ കെമിസ്ട്രി പഠിച്ചെങ്കിൽ അടുത്ത ചാപ്റ്റർ ബയോളജി പഠിക്കാമെന്ന് കരുതി. അപ്പോൾ കീമോ റിസപ്ഷൻ ഓർഗാനിസം നമ്മുടെ 4th ചാപ്റ്ററാണ് ഞാൻ ബയോളജി എടുത്തത്. അതിൽ ആ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണ് എനിക്ക് ഇച്ചിരി അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അതൊക്കെ പഠിച്ചു. പിന്നെ അതിന് ശേഷം വൈകുന്നേരം ഒക്കെ ആയ സമയത്ത് നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻസിൽ ഈ ഐയും ഇയറും ഞാൻ പഠിച്ചു. ബാക്കിയൊക്കെ ഞാൻ പിന്നീടാണ് നോക്കിയത്. അതും ഇയർ എന്തുവാണ് ഞാൻ വൈകുന്നേരം നോക്കിയത്. ഐ കുറച്ചും കൂടെയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബയോളജി കുറച്ച് മടുത്തപ്പോൾ എടുത്ത് അടച്ചു വെച്ചിട്ട് ഫിസിക്സിൽ പോയി. ഫിസിക്സിൽ എനിക്ക് കെമിസ്ട്രിയിലെ പോലെ ഒട്ടും അറിഞ്ഞുകൊണ്ടാത്ത ചാപ്റ്ററാണ് ഈ നമ്മുടെ 6ാം ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ ചാപ്റ്റർ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എന്തോ എനിക്കിത്തിരി പാടായിട്ടാണ് തോന്നിയത്. അങ്ങനെ രാത്രിയും കൂടി ഇരുന്ന് സൈലത്തിലൊരു ക്ലാസ്സും കൂടെ കണ്ട് അതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി. ഫുള്ളും സെറ്റായില്ല, ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി. അടുത്ത ദിവസം ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 മോർണിംഗിൽ ഞാൻ നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻ ഫുള്ള് പഠിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചാപ്റ്റർ ഒന്നും കൂടെ എടുത്ത് വെച്ച് നോക്കാമെന്ന് വരില്ല. അല്ലെ എനിക്ക് ഐയും പിന്നെ ഇയറും ഒക്കെയാണ് തലതിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്നും കൂടെ പഠിച്ചു. പിന്നെ ട്യൂഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അപ്പോൾ അത് രാവിലെ പഠിച്ചിട്ട് പിന്നെ ട്യൂഷന് പോയി. അങ്ങനെ ട്യൂഷനൊക്കെ ശേഷം വൈകുന്നേരം ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിലെത്തി. പിന്നെ വൈകുന്നേരം നല്ല അടിപൊളി വടയും 2 വടയും ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് റിലാക്സേഷൻ ടൈമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രിയാണ് അടുത്ത് പഠിക്കുകയായിരുന്നു. രാത്രി പിന്നെ കെമിസ്ട്രിയിലെ മെറ്റൽസും കൂടെ നോക്കി. പിന്നെ ഉള്ളതിൽ മെറ്റൽസാണ് ഇത്തിരി എളുപ്പമെന്ന് തോന്നുന്നു. പിന്നെ ആദ്യത്തെ പോർഷനൊക്കെ നല്ല എളുപ്പമാണ് മെറ്റൽസിൽ. പിന്നെ അങ്ങോട്ട് അത്ര കൊള്ളൂല. പിന്നെ ഞാനൊരു സത്യം പറയാം, അതായത് ഞാൻ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സയൻസ് 3 വിഷയം ഞാൻ 3 ദിവസം കൊണ്ടാണ് പഠിച്ചത്, സെക്കൻഡ് ടേം മാത്രം. പക്ഷേ വീഡിയോ ഞാൻ 2 ദിവസമായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നമ്മുടെ കെമിസ്ട്രിയിൽ മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ ക്രിസ്മസ് എക്സാമിന് ലീച്ചിങ് വരെ, അതായത് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് വരെ ഉള്ളൂ എന്നാണ് എൻ്റെ സ്കൂളിൽ ടീച്ചർ പറഞ്ഞത്. ലീച്ചിങ് വരെ ഉള്ളൂ എന്നാണ് ഈ എക്സാമിന്. ഇനി കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഒക്കെ നോട്ടിച്ച് നോക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.